ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബൈക്കുള്ള എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബൈക്കിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ എങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് മുഴുവനായി കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനെ നമുക്ക് പോളിഷ് ചെയ്ത് നല്ല തിളക്കം കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മളിത് ചെയ്യാൻ വേണ്ടി അഡീഷണലായിട്ട് മെഷീനോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ലിക്വിഡ് വാക്സ് സ്റ്റോപ്പാണ്. ഇത് നമ്മൾ പെയിൻറ്റ് സർഫസുകളിൽ ഉപയോഗിക്കുന്ന വാക്സ് സ്റ്റോപ്പാണ്. ഇത് എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടി. ഇത് കൂടാതെ നമുക്ക് 3Mൻ്റെ വാക്സോ അങ്ങനെയുള്ള വേറെ ബ്രാൻഡോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന 3M ആണ്. അത് നല്ല റിസൾട്ടുണ്ട്. പിന്നെ ഇതും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 130 രൂപ 140 രൂപ റേഞ്ചേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 130 രൂപയ്ക്ക് മേടിച്ച് നമുക്കൊരു 7-8 പ്രാവശ്യം ചെയ്യാനുള്ളത് കിട്ടും സുഖമായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ ക്ലോത്താണ്. കോട്ടൻ്റെ ക്ലോത്തിനൊക്കെ നല്ലത് മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോട്ടൻ്റെ ക്ലോത്താണ്. അപ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് കിട്ടാത്ത ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഒരു നമ്മുടെ ടവലിൻ്റെയൊക്കെ ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യമേ നമുക്ക് വാക്സ് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാക്സ് നമ്മൾ ടാങ്കിൻ്റെ പെയിൻറ്റ് സർഫസിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ സ്പ്രെഡാക്കി വയ്ക്കുക. അത് കൈകൊണ്ടോ നമുക്കൊരു ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണം കൊണ്ട് ചെയ്യാം. അപ്പം നമ്മൾ വണ്ടിയുടെ ടാങ്കയിൽ എല്ലായിടത്തും നമ്മൾ ഒരേപോലെ അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമ്മളൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഇത് നല്ല വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം വേണം നമുക്ക് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ കോട്ടൻ്റെ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 2 സ്ഥലങ്ങളിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒന്ന് നമ്മുടെ ടാങ്കയിലും പിന്നെ നമ്മുടെ സൈഡ് കവറിലും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ മഡ് ഗാർഡിലും ഫ്രണ്ടിലെ മഡ് ഗാർഡിലും അതുപോലെ തന്നെ പെയിൻറ്റ് സർഫസിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ മാറ്റ് ഫിനിഷ് ആയിരുന്നു, അതിന് നമ്മളിപ്പോൾ ഗ്ലോസി പോലെ ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഗൈസ്, നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ റബ്ബിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മൊത്തം ഒന്ന് നോക്കുക, എവിടെയെങ്കിലും വല്ല പൊടിയോ കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ടോ നോക്കുക. വല്ല മണൽത്തരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. റബ്ബ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ആദ്യം നമുക്ക് ഒരു സൈഡ് റബ്ബ് ചെയ്ത് നോക്കാം, അതിനുശേഷം നമുക്ക് അടുത്ത സൈഡ്. അപ്പോൾ നമുക്ക് വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. നല്ല റൗണ്ട് ഷേപ്പിൽ റബ്ബ് ചെയ്യുവാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഫിനിഷ് ആയി കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ആ പൊസിഷൻ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് നമ്മുടെ ആ ക്ലോത്തിൻ്റെ മടക്കൊന്ന് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇടണം. അതായത് ആ വാക്സ് അവിടെ തന്നെ നമ്മൾ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ ഒരു ഫിനിഷ്നെസ് കിട്ടാത്തൊരവസ്ഥ വരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് തന്നെ ചെയ്യുക. അതായത് നമ്മൾ ക്ലോത്ത് തിരിച്ച് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ഫിനിഷോടുകൂടി നല്ല തിളക്കത്തോടു കൂടി അത് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഒരു സൈഡ് ടാങ്കിൻ്റെ ഒരു സൈഡ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്പർ സൈഡാണ് ചെയ്യാനുള്ളത്. ആ ഒരു സൈഡ് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുക അതിന് പ്രത്യേകത. നമുക്കിപ്പോൾ ഒരു 100 രൂപ 150 രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 8-9 തവണ നമുക്കത് ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ ചെയ്യാൻ വേണ്ടി ഏകദേശം 10-15 രൂപ ചിലവേ വരുന്നുള്ളൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ 700 രൂപയോളം മുടക്കി നമ്മൾ പുറത്ത് കടകളിലൊക്കെ പോയി ചെയ്യുന്നത്. ഗൈസ്, അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തു. അടുത്ത സൈഡിൽ നമ്മൾ അപ്പുറം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ നല്ല ഇച്ചിരി ബലം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് വാക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പെയിൻറ്റഡ് സർഫസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഫൈബറിൻ്റെയൊക്കെ പുറത്തോ അല്ലെങ്കിൽ ടയറയിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഫിനിഷ്നെസ് കിട്ടത്തില്ല. പിന്നീട് അത് മങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത്
ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സീറ്റേലോ അതുപോലുള്ള ഗ്രിപ്പുള്ള ഭാഗങ്ങളിലൊന്നും നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു സ്ലിപ്പിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മൾ ടാങ്കിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ടാങ്ക് ഇപ്പം നമുക്ക് നമുക്ക് നോക്കിയാൽ കാണാം, നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനുള്ളതുള്ളൂ. അതിപ്പം ഗ്ലോസി ഫിനിഷ്ഡ് വണ്ടി ആയാലും മാറ്റ് ഫിനിഷ്ഡ് വണ്ടി ആയാലും ഈ പ്രൊസീജിയർ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി മാറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. കാരണം ആ മാറ്റ് ഫിനിഷ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതെപ്പോഴും ഒരു ഗ്ലോസി ആയിട്ട് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലോത്ത് നിലത്ത് പോകാൻ പാടില്ല. നിലത്ത് പോയി കഴിഞ്ഞാൽ ഈ മണൽത്തരി കയറി കഴിഞ്ഞാൽ വീണ്ടും സ്ക്രാച്ചായി പോകും. അപ്പോൾ അങ്ങനെ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതൊരു 3-4 മാസത്തേക്ക് നമുക്ക് പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതനുസരിച്ച് നമുക്ക് വാക്സ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സൈഡ് കവറിലാണ്, സൈഡ് ബോക്സിൻ്റെ കവറാണ്. അപ്പോൾ അവിടെ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ ഏരിയ ഒന്നും ഇല്ലാത്ത കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സൈഡും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഫൈബർ പാർട്സിലൊന്നും അധികം പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം. വാക്സ് നേരിട്ട് പറ്റാതിരുന്നാൽ മതി. റബ്ബ് ചെയ്യുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ലാണ്ട് നമ്മളിങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫിനിഷായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വാക്സ് കോട്ടിംഗ് പ്രൊസീജിയർ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നോക്കിയാൽ അറിയാം, ആദ്യത്തെ ആ ഒരു ഇതും അവസാനത്തും നോക്കിയാൽ അറിയാം, നല്ല ഒരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നുമില്ല. ഏകദേശം 20 രൂപ 30 രൂപ റേഞ്ചിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പുറത്തൊരു ഷോപ്പിൽ കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം 600 രൂപ 700 രൂപ റേഞ്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഹെഡ്ലൈറ്റിലും ഫ്രണ്ടിലെ മഡ് ഗാർഡിലും അതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഞ്ചിൻ്റെ സൈഡിൽ ക്രോം ഫിനിഷ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വാക്സ് അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് ഏതാണെന്നുള്ളത് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് സൈഡ് കവറയിലും അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ ബ്ലാക്ക് കളറുള്ള ഫൈബറിലൊന്നും നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രസകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് സോളോ ട്രാവലർ. ബൈ ബൈ.